സമസ്തയുടെ 100ാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിലാണ് ഇരു നേതാക്കളും ജിഫ്രി മുത്തുക്കോയ തങ്ങളും സാദിഖ് അലി ശിഹാബ് തങ്ങളും അണികൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം ആദ്യം നൽകുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്പരം ബഹുമാനത്തോടു കൂടി സംസാരിക്കണം. ഒരാളെ പുകഴ്ത്തിക്കാട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഒരാളെ നല്ലതാക്കി ചിത്രീകരിക്കാൻ വേണ്ടി മറ്റൊരാളെ മോശമായി പറയരുതെന്ന് ഇരു നേതാക്കളും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് വളരെ സഹവർത്തിത്വത്തോടു കൂടിയാണ് ലീഗും സമസ്തയും മുന്നോട്ട് പോകുക എന്നുള്ളത് സമ്മേളന ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിശദീകരിച്ചത്. ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ചർച്ചയിലൂടെ പരിഹരിക്കും. ഇരു സംഘടനകളും ഒരുമിച്ച് ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകും. സംഘടനകൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല എന്ന് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു. ഈ ഐക്യം തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഐക്യം എപ്പോഴും വേണ്ടതാണല്ലോ. കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹങ്ങൾ അതിൻ്റെ ഒരു പുരോഗതി എന്നുള്ളത് പരസ്പരം യോജിച്ച് നിൽക്കുമ്പോഴാണ്. അതാണ് മുസ്ലിം ലീഗ് മനസ്സിലാക്കുന്നത്. പിന്നെ സമസ്തയും ലീഗും ഒക്കെ എന്നും ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അവസരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് പറയുമ്പോൾ അതൊക്കെ ചർച്ചയിലൂടെ തീരുമാനമാവുകയും ചെയ്യും. അപ്പോൾ ആ നിലക്ക് സമസ്തയും ലീഗും ബന്ധം ശക്തിപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകുന്നു. മറ്റൊരു കാര്യം സാദിഖ് അലി ശിഹാബ് തങ്ങൾ രൂക്ഷമായി വിമർശിച്ചത് വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകളെ കുറിച്ചാണ്. വെള്ളാപ്പള്ളി നടേശൻ ആദ്യം വായിക്കേണ്ടത് ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ശ്രീനാരായണ ഗുരുവിനെ മനസ്സിലാക്കിയാൽ വെള്ളാപ്പള്ളി ഇത്തരത്തിൽ സംസാരിക്കില്ല. മാത്രമല്ല, പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനൊപ്പം വേദി പങ്കിടുന്നതിനെയും സാദിഖ് അലി ശിഹാബ് തങ്ങൾ ശക്തമായി തന്നെ വിമർശിച്ചു. കേരളത്തിന്റെ ചരിത്രത്തിലേക്ക് അദ്ദേഹം തിരിഞ്ഞു നോക്കണം. ആ ചരിത്രം അദ്ദേഹത്തിൻ്റെ തന്നെ ഗുരുവര്യ സ്ഥാനത്തുള്ള മഹാനായ സ്വാമി ശ്രീനാരായണ ഗുരു, ആ മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചൊക്കെ അദ്ദേഹം പാടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, ഇവയൊക്കെ ഒന്ന് പഠിച്ചാൽ മതി. ശ്രീനാരായണ ഗുരുവിനെ പഠിച്ചാൽ തന്നെ വെള്ളാപ്പള്ളി നന്നാവും. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഐക്യമല്ല ഇത്, മറിച്ച് ഇരു സംഘടനകൾക്കും സാമുദായികമായും അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ ഐക്യത്തിനുമൊക്കെ കാര്യങ്ങൾക്കുമൊക്കെ തന്നെ ഒരുമിച്ച് നിൽക്കണമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങളും അതോടൊപ്പം തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങളും പറയുന്നുണ്ട്. ഈ സമ്മേളനത്തിൽ പല സമീപ രാജ്യങ്ങളിൽ നിന്നടക്കം UAE നിന്നും കൂടാതെ ഒമാനിൽ നിന്നടക്കം നിരവധി പേരാണ് പങ്കെടുത്തത്. ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി.